എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? ഒരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇത് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഫയലാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡിലേക്ക് തന്നെ പോകാം. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? പക്ഷേ ആ വ്യക്തിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കാത്തിരിക്കുന്നുണ്ട്, പക്ഷേ ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട്. നിങ്ങളെ കാത്തിരുന്ന് ലഭിക്കുമോ എന്നുള്ളൊരു സംശയം ആ വ്യക്തിക്കുണ്ട്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് കാത്തിരിക്കുന്നത്. എന്തോ ഒരു പ്രതിസന്ധി ആ വ്യക്തിയെ ബാധിച്ചിട്ടുണ്ട്. ഡിപ്രഷൻ കാര്യമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. കുറേ മോശപ്പെട്ട ആളുകളുടെ ദുർബോധനം ആ വ്യക്തിയിലേക്ക് വന്നിരിക്കുന്നു. അവർ ആ വ്യക്തിയെ വല്ലാത്ത രീതിയിൽ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഭയമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ കാണുന്ന ചിഹ്നം. ഇരുട്ട് മൂടി വരുന്നു, പ്രതീക്ഷ നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ മാനസിക വിഷമം ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുമായി അകന്നതിലുണ്ടായ ഒരു മാനസിക വിഷമമാണെന്ന് പറഞ്ഞാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നിങ്ങളുമായി ഒരു അകൽച്ച ഉണ്ടായതിലൂടെ ആ വ്യക്തിക്ക് ഒരു മാനസിക വിഷമം ഉണ്ടായിരിക്കുന്നു. ആ വിഷമത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ വ്യക്തി ഉള്ളത്. ആ വ്യക്തിയെ സംബന്ധിച്ച് അത് ഒരു ദുഃഖമായിട്ട് മനസ്സിൽ അവശേഷിക്കുകയാണ്. ആ വ്യക്തിയെ ചുറ്റിപ്പിണഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുകയായിരുന്നു. അത് ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ളതാണ്. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ശല്യങ്ങൾ ഉണ്ടാകുന്നു. അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ആരൊക്കെ എതിർക്കുന്നുണ്ട്. അത് ആ വ്യക്തിയുടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഹിഡനായിട്ടുള്ള കുറേ പ്രതിസന്ധികൾ പലതും ആ വ്യക്തി തുറന്നു പറയുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ആ വ്യക്തി ഉള്ളത്. ഏതായാലും പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇപ്പോൾ പ്രതിസന്ധിയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തന്നെയാണ് ആ വ്യക്തി തീരുമാനിച്ചിട്ടുള്ളത്. ഈ കാത്തിരിക്കാൻ തീരുമാനിച്ചത് പോലും ഈ പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ടാണ്. പ്രതിസന്ധികൾക്ക് ശേഷം ആ വ്യക്തി തിരിച്ചെത്തും, നിങ്ങളുമായിട്ട് യോജിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രണ്ടാമത്തെ കാർഡ് നേരെ തിരിഞ്ഞു വരികയാണ്. അതായത് ആദ്യത്തിൽ ഇപ്പോൾ ഉള്ള പ്രതിസന്ധി മാറും. ആ വ്യക്തിയുടെ മനസ്സിൽ ഭയത്തോടു കൂടിയാണ് ആ വ്യക്തി തുടങ്ങിയെങ്കിലും, നമ്മൾ ഈ പൈൽ റീഡിങ് ഭയത്തോടു കൂടിയാണ് തുടങ്ങിയെങ്കിലും, പക്ഷേ വീൽ ഓഫ് ഫോർച്യൂണാണ് നമ്മൾ കാണുന്നത്. പ്രതീക്ഷയുടെയും ഭാഗ്യത്തിൻ്റെയൊക്കെ ഒരു ചക്രമാണ് കാണുന്നത്. അതായത് ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ മാറുന്നു, വിജയം ഉണ്ടാകുന്നു, അനുകൂലമായ ചേഞ്ച് ഉണ്ടാകുന്നു. അതായത് ആരൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, എന്തിനെയൊക്കെയാണോ ഭയപ്പെട്ടിരുന്നത്, അത് മാറി പോസിറ്റീവ് ആകുകയാണ്. അപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ആ വ്യക്തിക്ക് പ്രതീക്ഷ വരികയാണ്. കാരണം തുടക്കത്തിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ അതായത് വളരെ ബുദ്ധിപരമായിട്ടാണ് ആ വ്യക്തി നീങ്ങുന്നത്. പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി കാത്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്താൽ, ഇപ്പോൾ എന്തെങ്കിലും മുന്നോട്ട് പോയാൽ പ്രതിസന്ധിയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തി കാത്തിരിക്കുകയാണ്. കാത്തിരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് നോക്കുന്നത്. വലിയ നല്ല ഔട്ട്കം ഉണ്ടാകാൻ പോവുകയാണ്. രണ്ടാമത്തെ കാർഡ് അതാണ് പറയുന്നത്. നല്ല ഔട്ട്കം ഉണ്ടാകുകയാണ്. ഒരുപക്ഷെ വൻ വിജയം വലിയ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തികവും അല്ലാതെയൊക്കെയുള്ള മുന്നേറ്റങ്ങളുണ്ടാവും. ഭാഗ്യം വരികയാണ്. പ്രതിസന്ധികൾ മാറുകയാണ്. നല്ലതിന് വേണ്ടി ഒരു മാറ്റം, പുതിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നു, നല്ല സ്നേഹം ഉണ്ടാകുന്നു, ദൃഢതമായൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പോസിറ്റീവായിട്ടാകും. നിങ്ങൾ ഒരുമിക്കാൻ തന്നെ കാര്യങ്ങളിലേക്ക് പോകുന്നു. നിങ്ങൾ ഭാഗ്യമുള്ള ഒരു മുന്നേറ്റം നിങ്ങളിലുണ്ടാകുന്നു. ആ മുന്നേറ്റത്തോടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നു. ആദ്യത്തെ കാർഡിലെ ആ ഭയമൊക്കെ മാറിയിട്ട് ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് നമുക്ക് കാണുന്നത്. വലിയ വിജയങ്ങളിലേക്ക് എത്താൻ കഴിയുന്നു, വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നു, പ്രതിസന്ധി മാറുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിജയത്തിൻ്റെ കൊടി നിങ്ങൾ പാറിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല പരസ്പരം, മൂന്നാമത്തെ കാർഡ് പറയുന്നത് പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുന്നു. ഒരു കുടുംബം എന്നുള്ള രീതിയിലുള്ളൊരു മുന്നേറ്റം, വിജയം ഉണ്ടാകുന്നു, ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു.
എല്ലാ പിന്നീട് പോസിറ്റീവായിട്ടുള്ളതാണ്. തുടക്കത്തിലുള്ള നിങ്ങളുടെ ഭയവും നിങ്ങളത് ജീവിതത്തിൽ എന്ത് വരും എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാതെ വരുന്ന പ്രതിസന്ധിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്, പോസിറ്റീവായിട്ട് പോകുന്നു. ഒരുപാട് പഴയ കാര്യങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കുന്നു, പണ്ടുണ്ടായ തെറ്റുകൾ തിരുത്താൻ ഇതാവുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, വിജയം ഉണ്ടാകുന്നു. മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം. രണ്ടുപേരും തമ്മിൽ പരസ്പരം മനസ്സിലാക്കിയിട്ട് പോകാൻ സാധിക്കുന്നത് വല്ലാത്തൊരു വിജയമാണ്. ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന പ്രതിസന്ധികൾ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. പോസിറ്റീവായിട്ട് പോവുക, വലിയ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്കതിൻ്റെ അടയാളങ്ങൾ കിട്ടും. അടുത്ത കാർഡ് അതാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ അടയാളങ്ങൾ കിട്ടും. നിങ്ങൾ ഭയപ്പെടേണ്ട. വരാൻ പോകുന്നത് പോസിറ്റീവ് എനർജിയുടെ പിന്തുണയോടുകൂടിയുള്ള നല്ലൊരു ലൈഫാണ്. ഒരു കാര്യവും ഭയപ്പെടേണ്ട. തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് സ്റ്റേബിളായിട്ട് പോകാൻ സാധിക്കുന്നു. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ പോസിറ്റീവ് ഫലമാണ് ഉണ്ടാകുന്നത്. ഒരു കാര്യവും ഭയപ്പെടാനില്ല, പോസിറ്റീവായിട്ട് പോകുന്നു. നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടും. നിങ്ങൾ വലിയ തരത്തിൽ വിശ്വസിക്കുന്നുണ്ട് ശക്തിയിൽ, പോസിറ്റീവ് എനർജിയിൽ, യൂണിവേഴ്സുമായിട്ട് വലിയ തരത്തിലുള്ളൊരു ഡയറക്റ്റ് റിലേഷൻ വരികയാണ് നിങ്ങളുടെ. ആ ഡയറക്റ്റ് റിലേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നു, പോസിറ്റീവായിട്ട് പോകാൻ കഴിയുന്നു. ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ദിശാബോധം കിട്ടുന്നു. ദിശാബോധം കിട്ടുക മാത്രമല്ല, പിന്നീട് ഒരു പ്രതിസന്ധി ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് പോകാൻ കഴിയുന്നു. ഒരു പ്രതിസന്ധി ഇല്ലാതെ പോകാൻ കഴിയുന്നു. വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. മനസ്സിൽ ആ വ്യക്തി മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ. ആ വ്യക്തി കാത്തിരിക്കുന്നത് നിങ്ങളോടുള്ള അഗാധമായൊരു ഡീപ്പ് ലവ് ഉണ്ട്. ഡീപ്പ് ലവ് ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തി കാത്തിരിക്കുന്നത്. ആ അഗാധമായ പ്രണയം ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം സഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത്. ഇതൊരു വലിയ ഇഴക ചേർന്ന ബന്ധമെന്നൊക്കെ നമുക്ക് പറയാം. വെറുതെ ഉള്ളൊരു അട്രാക്ഷനൊന്നുമല്ല. ആദ്യത്തെ പ്രതിസന്ധി ഒരുപാട് പേര് തകർക്കാൻ നോക്കുന്നുണ്ട്, കാത്തിരിപ്പിനെ തകർക്കാൻ നോക്കുന്നുണ്ട്, നിങ്ങൾ പരസ്പരം ഒന്നാകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വിജയിക്കില്ല. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി നിങ്ങൾക്ക് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ മോട്ടിവേഷനാണ്. ആ വ്യക്തി നിങ്ങൾ വെറുതെ അല്ല, നിങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് അറിയാം. ആ വ്യക്തിക്ക് കൃത്യമായിട്ടൊരു നിങ്ങളെ തന്നെ വേണമെന്നുള്ളൊരു ചിന്തയുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് നിങ്ങളെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ആ വ്യക്തി കാണുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരും. ആ വ്യക്തി എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷെ അധികമൊന്നും കാത്തിരിക്കേണ്ട, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വരികയാണ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളതാണ്. റെസനേറ്റ് ആകുന്നത് സ്വീകരിക്കുക.